ഹായ് ഗായ്സ്, ദിസ് ഈസ് ഷ്യാം. റാഡോമിൽസിലോട്ട് സ്വാഗതം. സോ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. നമ്മൾ ചെമ്പരത്തി കൊണ്ടുള്ള ഒരു ഹെൽത്തി ഡ്രിങ്കാണ് ഇന്ന് പരിചയം പോകുന്നത്. സോ നമുക്ക് എങ്ങനെയുണ്ടെന്ന് വാച്ച് ചെയ്യാം. എടുക്കുമ്പോൾ നമ്മൾ നല്ല ഫ്രഷ് ചെമ്പരത്തി നോക്കി പൊട്ടിക്കുക. അപ്പോൾ നമുക്ക് ഡ്രിങ്ക് ഉണ്ടാക്കാനുള്ള ചെമ്പരത്തി റെഡിയാണ്. നമുക്കിനി ഇത് എങ്ങനെ പരീക്ഷ നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ചെമ്പരത്തി പൂവ് കണ്ടു തുടങ്ങുമ്പോൾ ഏകദേശം നമുക്ക് കുതിരോട്ടം പപ്പുവിനെയും ശങ്കരാടി ചേട്ടനൊക്കെ ഓർമ്മ വരുന്നത്. പക്ഷേ അങ്ങനെയല്ല, ഈ ചെമ്പരത്തിക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. സോ അധികം ആർക്കും അതിനെക്കുറിച്ച് അറിയത്തില്ല. എല്ലാവർക്കും ചെമ്പരത്തിയുടെ ഇല വെച്ച് താളി തലയിൽ തേക്കുന്നതൊക്കെ അറിയത്തുള്ളൂ. സോ നമുക്കിതിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ചെമ്പരത്തിയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് വിറ്റാമിൻ സി ആണ്. പിന്നെ കുറച്ച് വിറ്റാമിൻ എയും പിന്നെ കുറച്ച് സോഡിയവും അടങ്ങിയിട്ടുണ്ട്. ഇത് നല്ല ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. പിന്നെ നമ്മുടെ യൗവനം നിലനിർത്താൻ നല്ലതാണ്. സൗന്ദര്യവർദ്ധനത്തിനൊക്കെ നല്ലതാണ്. നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല ഗ്ലോ കിട്ടും ഇതിൻ്റെ ജ്യൂസ് കുടിച്ചാൽ. പിന്നെ നമ്മുടെ ഡിപ്രഷന് നല്ലതാണ്, ഉറക്കമില്ലായ്മയ്ക്ക് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ലിവർ കിഡ്നിക്കൊക്കെ നല്ല പ്രൊട്ടക്റ്റീവാണ്. സോ ഇത് അത്രയും ഗുണങ്ങളുള്ള ഒരു പൂവാണ് ചെമ്പരത്തി. പിന്നെ നമ്മൾ താളിയൊക്കെ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത്രയും ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് ചെമ്പരത്തി. പിന്നെ ഇത് ഏറ്റവും നല്ലൊരു ഡീമെറിറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഡോക്ടേഴ്സൊക്കെ അഡ്വൈസ് ചെയ്ത കാര്യമാണ്, ഇത് ഈ ഗർഭിണികൾക്ക് കുടിച്ചുകൂടാ. അതുപോലെ തന്നെ ഈ പീരീഡ്സ് ആയ പെൺകുട്ടികൾക്ക് കുടിച്ചുകൂടാ. ഇപ്പോൾ മെൻസിസ് ടൈമിലൊക്കെ പെൺകുട്ടികൾ ഇത് യൂസ് ചെയ്യുവാണെങ്കിൽ അവർക്ക് ബ്ലീഡിങ് കൂടും എന്നാണ് പറയാറ്. സോ മെൻസിസ് ആയ കുട്ടികൾ യൂസ് ചെയ്തുകൂടാ. അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾ യൂസ് ചെയ്തുകൂടാ. സോ ഇതാണ് ഇതിനാകെയുള്ള ഡീമെറിറ്റ്. ബാക്കി എല്ലാത്തിനും നല്ലൊരു ഔഷധ ഗുണമുള്ള പൂവാണ്. സോ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഹെൽത്തി ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ നമുക്ക് ഒരു ഗ്ലാസ്സിന് ഒരു 4 ചെമ്പരത്തിപ്പൂ വെച്ചിട്ടാണ് എടുക്കേണ്ടത്. ഒരു ഗ്ലാസ് വെള്ളത്തിന് 4 ചെമ്പരത്തിപ്പൂ, പിന്നെ 1 കപ്പ് പഞ്ചസാരയും. സോ നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, 1 കപ്പ് പഞ്ചസാര, അതുപോലെ ഒരു 5-6 ചെമ്പരത്തിപ്പൂ, പിന്നെ ഒരു ചെറുനാരങ്ങ. ഇത്രയും കാര്യങ്ങളാണ് ഇതിന് വേണ്ടത്. പിന്നെ 1 കപ്പ് വെള്ളം വേണം. സോ നമ്മൾ എത്ര ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത് അതിനനുസരിച്ചുള്ള വെള്ളം നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനനുസരിച്ച് പഞ്ചസാരയും നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ചെമ്പരത്തി ഇതുപോലെ അങ്ങോട്ട് കൊടുക്കല്ലേ വേണ്ടത്. നമ്മളിതിനെ ഓരോ ഇതളായിട്ട് എടുത്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. സോ നമ്മളത് ഓരോ ഇതളായിട്ട് എടുത്ത് കളയുക. അതിനുള്ളിലത്തെ ഈ വരുന്ന ഈ പൂവും ഇതിൻ്റെ കുറ്റിയൊക്കെ എടുത്ത് കളയണം. അപ്പോൾ നമുക്കിത് എല്ലാം ക്ലീൻ ആക്കിയിട്ട് കറക്റ്റ് ആവശ്യമുള്ള സാധനം മാത്രം എടുത്ത് വയ്ക്കാം. എപ്പോഴും നല്ല ഫ്രഷ് ചെമ്പരത്തി എടുക്കാൻ നോക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകി കൊടുക്കേണ്ടതുണ്ട്. അത് കഴുകി കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റവിലോട്ട് വയ്ക്കുകയാണ്. ഈ വെള്ളം തിളച്ച് വന്നതിന് ശേഷം വേണം നമുക്കിതിലോട്ട് ചെമ്പരത്തി പൂട്ട് കൊടുക്കാൻ. അപ്പോൾ വെള്ളം ഏകദേശം തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അപ്പോഴാണ് നമ്മൾ പൂവ് ഇട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമ്മൾ പൂവ് ഓരോന്നിച്ച് ഇട്ട് കൊടുക്കുക. ഏകദേശം നല്ലൊരു പിങ്ക് കളറായിട്ടുണ്ട് വെള്ളം. ആ ചെമ്പരത്തിയുടെ ചുവന്ന കളറൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട്, സത്തൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്കിനി ഇതൊരു അടപ്പുകൊണ്ട് അടച്ച് വയ്ക്കാം. ഇത് തണുത്തതിന് ശേഷം നമുക്കിനി എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തണുക്കുന്ന വരെ നമുക്ക് നന്നായിട്ട് അടച്ച് വയ്ക്കാം. ഏകദേശം നമ്മുടെ ചെമ്പരത്തിയുടെ വെള്ളം നല്ല അടിപൊളി കളറിലൊക്കെ നിൽക്കുന്നുണ്ട്. നല്ല പിങ്ക് കളറായിട്ടുണ്ട്. നമുക്കിത് ചെമ്പരത്തിയൊക്കെ എടുത്ത് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുക്കണം. നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ച് കൊടുക്കണം. സോ അപ്പോൾ നല്ല പിങ്ക് കളറിൽ കിട്ടിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഇതിൻ്റെ നല്ല കറക്റ്റ് ചുവപ്പ് കളർ കിട്ടാൻ വേണ്ടി നമുക്ക് ഈ ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കേണ്ടതുണ്ട്. സോ നമ്മൾ കട്ട് ചെയ്ത ചെറുനാരങ്ങയുണ്ട്, അത് നമുക്കൊന്ന് പിഴിഞ്ഞ് കൊടുക്കാം. ഇതിൻ്റെ കുരുവൊക്കെ ഒഴിവാക്കി പിഴിഞ്ഞ് കൊടുക്കുക. അതൊക്കെ ശ്രദ്ധിക്കുക. തിളച്ച് വരുമ്പോൾ പ്രത്യേകിച്ച് സ്മെല്ലൊന്നും ഉണ്ടാകത്തില്ല. ഏകദേശം നല്ല ചുമന്ന കളറായിട്ട് മാറുന്നത് കാണാം. നല്ല ചോര ചുവപ്പാവും. നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഏകദേശം ചൂടാറിയിട്ടേ നമ്മളിതൊക്കെ ചെയ്യാൻ പാടുള്ളൂ. ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ വേണം. ഓക്കെ, നമ്മുടെ ജ്യൂസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ജഗ്ഗിലോട്ട് സെർവ് ചെയ്യാം.
ഡ്രിങ്ക് ഏകദേശം നമ്മൾ ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. സോ അതിലേക്ക് 2 ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. ഓക്കെ ഗായ്സ്, നമ്മുടെ ചെമ്പരത്തി ജ്യൂസ് ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട്. ഇതാണ് മുതൽ നല്ല ചുമന്ന കളറിൽ വന്നിട്ടുണ്ട്. സോ നമുക്കിത് ഞാൻ ആരെ കൊണ്ടും ടേസ്റ്റ് ചെയ്യിപ്പിക്കണ്ടേ? സന്ധ്യ മച്ചാൻ ഇവിടെ ഉണ്ട്. സോ അവനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കുകയാണ്. എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ നമ്മുടെ സന്ധ്യ മച്ചാൻ റെഡിയാണ്. സന്ധ്യ മച്ചാൻ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുകയാണ്. എങ്ങനെയുണ്ടെന്ന് ഇപ്പോൾ ടേസ്റ്റ് ചെയ്ത് പറയും. കുടി. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമ്മൾ സന്ധ്യ മച്ചാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അടിപൊളി എന്ന് പറഞ്ഞിരുന്നത്. സോ നമുക്ക് കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളിയായിട്ടുണ്ട്. സോ നമ്മളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കാരണം ആവശ്യത്തിന് മധുരവും അതുപോലെ തന്നെ ചെറുനാരങ്ങയുടെ പുളി എല്ലാം കൂടി ചേർത്ത് നല്ല അടിപൊളി ഡ്രിങ്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നോമ്പ് തുറയ്ക്കും അതുപോലെ ഗസ്റ്റുകൾ വരുമ്പോഴൊക്കെ യൂസ് ചെയ്യുന്നതാണ്. സോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല രുചിയുണ്ട്, നല്ല രുചികരമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ ദിസ് ഈസ് സൈനിങ് ഓഫ് ശ്യാം. താങ്ക് യു.